ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഡിയസ് ഇറേ, എന്താ പടം, എന്താ പടം, നിങ്ങൾ കണ്ട? എന്താ പടം, എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കണത്? കിടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീട്ട് കീട്ട് കിടില പടം, ഗംഭീര പടം. ഇതാണ് ഈ സിനിമയെ കുറിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഹ്, ഭൂതകാലം പോലെയല്ല ഭ്രമയുഗം, ഭ്രമയുഗം പോലെയല്ല ഡിയസ് ഈറേ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ ഡയറക്ടർ രാഹുൽ സദാശിവൻ. ഈ ചങ്ങാതി, ഞാൻ ഇതിന്റെ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചങ്ങാതി ഉണ്ടല്ലോ സൂപ്പറാണ്, കഴിവുള്ളവനാ. ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോവും ഇയാള്. ഇനിയും ഞെട്ടിച്ചിരിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇയാള് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വരുന്നുമുണ്ട്. എനിക്കറിയില്ല ഈ സിനിമ ആരൊക്കെ കണ്ടു, ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടിയതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. നല്ല കിട്ടിലൻ സിനിമ. രാഹുൽ സദാശിവൻ എഗെയിൻ എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് കാണാൻ വേണ്ടി പോയൊരു സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഭയങ്കര ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ മേളിലാണ് എനിക്ക് കിട്ടിയത്. ഐ എം വെരി ഹാപ്പി, വെരി ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കിട്ടില്ല, കിട്ടില്ല സിനിമ, കിട്ടില്ല സിനിമ മാൻ, സീരിയസ്ലി. പിന്നെ ഒരു കാര്യം ഞാൻ ആ, പറയുന്ന സമയത്ത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്ന് തോന്നരുത്. ഞാൻ സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയുന്നത്. എനിക്ക് സീരിയസ്ലി ഒരു വിഷമം തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ആകെ 2 മണിക്കൂറേ ഉള്ളൂ പടം, 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറില്ല, രണ്ടിന്റെയും താഴെ ഉള്ളൂ. എനിക്ക് മതിയായില്ല. എനിക്ക് കുറച്ചും കൂടിയും ആ, കാണണം എന്നുള്ളൊരു മൂഡായിരുന്നു. ബിക്കോസ് അങ്ങനെ എടുത്തു വെച്ചിട്ടേ, എന്താ മേക്കിങ്, എന്താ ക്വാളിറ്റി, വിഷ്വലി കിട്ടുന്ന ഒരു 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 സുഖമുണ്ട്, വിഷ്വലി കിട്ടുന്ന ഒരു മൂഡുണ്ട് മാൻ. അത് ഭയങ്കരമാണ്. അത് കണ്ടാലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അടിപൊളിയാ. എനിക്ക് മതിയായില്ലേ, കുറച്ചുകൂടി വേണമായിരുന്നു തോന്നി. അപ്പൊ ഇതാണ് എനിക്ക് ചുരുക്കി ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഡി എസ് സീറോ എന്ന് എഴുതി കാണിച്ച സീന് തന്നെ പെടയായിരുന്നു. പെട സീനായിരുന്നു അത് എഴുതി കാണിച്ചത്, നല്ല ചോപ്പില്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീനും കൂടി വരുന്നുണ്ട്, മറ്റേ കൈ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്തൊക്കെ കിട്ടുന്ന ഒരു മൂഡുണ്ട് മാൻ. അത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഭയങ്കരമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആള് ആര്, നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ നല്ല കിഡില, നല്ല എന്താ പറയാ, ഒരു 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 ലക്ഷറി ഇൻട്രൊഡക്ഷൻ. ലൈക്ക് ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ പോലെ ഒരു 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 സെറ്റപ്പ് ആണ്. അങ്ങനെ ഒരു മൂഡാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയത്. നല്ല കിടിലുണ്ടോ, കിടിലായിട്ട് പ്രണവ് ചെയ്തിട്ടുണ്ട് ആ ഇൻട്രോ സീന്. അടിപൊളി സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിത്ത് മ്യൂസിക്, എന്താ പറയാ, മൂപ്പര് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. അത് എന്താണത്, മൊത്തത്തിൽ ഒരു മലയാളം ഫിലിം എന്നുള്ളൊരു ഫീൽ അല്ല ആക്ച്വലി കിട്ടിയത്, അതൊക്കെ മേലെ എന്നുള്ളൊരു ഫീലാണ് ആക്ച്വലി എനിക്ക് ആ സീൻസ് ഒക്കെ തോന്നിയത്. പിന്നെ ആ വീടൊക്കെ നല്ല ലക്ഷറി വീട്, നല്ല ഗംഭീര വീട്. മൊത്തത്തില് വേറൊരു ആംബിയൻസ് ആയിരുന്നു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്വലി. പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പിന്നെ പ്രണവിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മാൻ, ഐ വാസ് ഡാം ഷുവർ അബൌട്ട് ഹിസ് പെർഫോമൻസ്. എന്താ പറയുക, ഈ പറഞ്ഞ ടീസർ ട്രെയിലർ ഒക്കെ വന്ന സമയത്ത്, അത് കണ്ട സമയത്ത് തന്നെ ഐ വാസ് ഡാം ഷുവർ അബൌട്ട് ഹിസ് പെർഫോമൻസ് ആൻഡ് ഹി നെയിൽഡ് ഇറ്റ്. ഗംഭീരം, ഗംഭീരം, കിട്ടിലം പെർഫോമൻസ്, കിട്ടിലം പെർഫോമൻസ് എന്ന് തന്നെ പറയും ഞാൻ. ഗംഭീരമായിട്ട് മുമ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പേടിയും പരിപാടിയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഉം, അതേപോലെ ഞെട്ടല്, മുഖത്ത് വരുന്നൊരു ഭീതി, ആ, പേടി ഉണ്ടാവുന്ന സമയത്ത് ശാരീരികമായിട്ട് ഉണ്ടാവുന്ന ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് പാളിക്കഴിഞ്ഞാൽ കോമഡി ആവും. പക്ഷെ ഇയാളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിലൻ ആക്ടറായിട്ട് വരും പ്രണവ് മോഹൻലാൽ, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഡയലോഗ് ഡെലിവറിയും പരിപാടികളൊക്കെ ആണെങ്കിലും നൈസായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തൊരു സീനുണ്ട്, മൂപ്പരേനെ, ആ, അതായത് മൂപ്പര് മാത്രമുള്ള സിംഗിൾ സീനാ. അതിന്റെ അകത്ത് മൂപ്പര്, എന്താ പറയാ, മൂപ്പരനെ ഉപദ്രവിക്കുന്ന ഒരു സീനാണ്. ഒരു ആത്മാവ് വന്നിട്ട് ഉപദ്രവിക്കുന്ന ഒരു സീനാണ്. ആ സീനിൽ മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പെർഫോമൻസ്,
കിട്ടില്ലായിട്ട് മൂപ്പര് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം, ശാരീരികമായിട്ട് അങ്ങോട്ട് തെറിക്കാം, വീഴാം, പിടിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എന്താ പറയാ, നമ്മളെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, അമാനുഷികമായിട്ടൊരു ശക്തി നമ്മളെ ഉപദ്രവിക്കുകയാണ്. അത് ഉപദ്രവിക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അല്ലേ ബോഡി ലാംഗ്വേജിൽ വരുന്ന, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അഭിനയിക്കണ്ടേ. അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, എടുത്ത് ഈ പെർഫോമൻസിനെ കുറിച്ച് പറയണത്, പ്രണവ് മോഹൻലാൽ ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ള സാധനം അയാൾ ചെയ്തിട്ടുണ്ടോ? ഏഹ് ഇതാ ഇതാണ് അയാളെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയ ഒരു സാധനം. അത് രാഹുൽ സദാശിവന് കിട്ടി. അത് പുള്ളി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അയാളുടെ ആക്ടിങ് സ്കിൽസ്. അപ്പോ അയാൾ നന്നായി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിയലി ഇംപ്രസ്ഡ്. അപ്പോ ഇത് എടുത്ത് പറയണം തോന്നി, കൊതി തീരുന്നവരെ പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ പ്രണവിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ കൊള്ളാം, പൊളി സാധനം. പ്രതീക്ഷ തെറ്റിച്ചില്ല, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പ്രണവ് യുമാൻ പൊളി. പിന്നെന്താണ് ഇതിന്റെ അകത്ത് ലാസ്റ്റത്തെ സീന്, വാഡ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പ്രണവിന്റെ ഫേസിൽ വരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ സീനൊന്നും ഞാൻ പറയുന്നില്ല. അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഞെട്ടലിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് എന്ത് കണ്ടിട്ടാ ഞെട്ടി, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു ഫിയർ ഫാക്ടർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പ്രണവിന്റെ ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ കഥയോ അല്ലെങ്കിൽ ഇതിന്റെ സാഹചര്യങ്ങളോ സംഗതികളോ ഒന്നും ഞാൻ പറയുന്നില്ല. സംഗതി മൊത്തത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പോളി സാധനമായിരുന്നു. പോളി സാധനം എന്ന് പറഞ്ഞാൽ പോളി സാധനം. ഇതിന്റെ അകത്ത് എന്താ പറയാ, പ്രണവിന്റെ വീടല്ലാതെ വേറൊരു വീടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടുള്ള ചില സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രണവുണ്ട്, ഒരു അമ്മച്ചി അഭിനയിക്കുന്നുണ്ട്, വേറൊരു ചങ്ങായി ഉണ്ട്. അത് കിട്ടിലും മേക്കിംഗ് ആയിരുന്നു. അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം. ആ വീട്ടില് ഉള്ള ഒരു സീൻ എന്ന് പറയുന്നത് അത് എങ്ങനെ മേക്ക് ചെയ്തിരിക്കണേ, അത് പൊളിയായിരുന്നു. അത് നിങ്ങൾ കാണും, നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്. ആകെ വിറച്ചു പോകും നമ്മള്. പേടിക്കുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ അങ്ങനെയല്ല, ബട്ട് ഇതിന്റെ അകത്ത് തരുന്നൊരു മൂഡുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് തരുന്നൊരു ഹോണ്ടിങ് സാധനം ഉണ്ട്. ആ ഹോണ്ടിങ് സാധനം ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ഓവറോൾ ഡിയർ സീറെ ഒരു തരത്തിലും നിരാശയല്ല, പോളി സാധനം. ഒരു തവണയും കൂടിയും പോയിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ട്, കാണും കാണും. കാരണം ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് മൂവി അഗൈൻ. ഇത് മറ്റേ ഫോണിലൊന്നും ഇരുന്ന് കണ്ടു കഴിഞ്ഞാലൊന്നും തൊലിച്ചാലൊന്നും നടക്കൂല. ശരിക്കും സിനിമാ പ്രേമികളാണോ നിങ്ങൾ എങ്കിൽ, ഇത്തരത്തിലുള്ള ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ, ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. പൊള്ളി സാധനം, തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ആംബിയൻസും ഒക്കെ ഉള്ള തിയേറ്ററിൽ വേണം നിങ്ങൾ ഇത് ഇരുന്ന് പോയിട്ട് കാണാൻ. കാരണം അങ്ങനെ ഒരു സാധനം. അപ്പൊ നിങ്ങൾ ഇത് കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിന്റെ ഡയറക്ടർ, ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടർ എന്നും പറഞ്ഞുകൊണ്ടൊന്നല്ല പോകേണ്ടത്. ഭൂതകാലം വേറെ, ബ്രഹ്മയുഗം വേറെ, DSC വേറെ, മൂന്നും വെവ്വേറെ സാധനങ്ങളാണ്. നിങ്ങൾ ഫ്രഷ് മൂഡിൽ വേണം ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. ഒന്നും മനസ്സിൽ വെച്ചിട്ട് പോകണ്ട, പോവുക, കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം അങ്ങനെയുള്ള വിഷ്വലി ആണെങ്കിലും ടെക്നിക്കലി എടുത്ത് പറയണം, ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ബ്രില്യന്റ് വർക്കാണ് DSCയുടെ എല്ലാ രീതിയിലും. പൊളി. ഇതിന്റെ അകത്തുള്ള ബാക്കി ചില സീനുകളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിട്ട് കാണുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ഇതിന്റെ അകത്ത് കുറെ മൊമെന്റ്സ് ഉണ്ട് എന്നെ ഇമ്പ്രസ് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ അകത്ത് എന്താ പറയാ, നല്ല രസമായിട്ട് തോന്നിയ സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. എന്റെ അമ്മേ, ഇതിന്റെ അകത്ത് കിണറ്റുന്ന സ്ത്രീനെ എടുത്തിട്ട് വെളിയിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സ്ത്രീയെ കാണിക്കുന്ന ഒരു സീനുണ്ട്, കിണറ്റെന്ന് ഇട്ടിട്ട് ഉള്ള ഒരു സാധനം. കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അത് പൊളി ഇമ്പാക്ട് ആയിരുന്നു ആക്ച്വലി. പിന്നെ ഇതിന്റെ അകത്ത് ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പയ്യന്റെ ഒരു സീൻ ഉണ്ട് ഇതിന്റെ അകത്ത്. അവൻ നല്ല ആക്ടർ ആട്ടോ. മൂപ്പര് ഇതിന് മുമ്പ് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അയാളുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ പയ്യൻ ഇതിന്റെ അകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ അകത്ത് ഈ ചെങ്ങായുടെ ഒരു സീനുണ്ട്. അതെന്താ സാഹചര്യം എന്നൊന്നും ഞാൻ ആക്ച്വലി പറയുന്നില്ല. അത് അത് ഒരുമാതിരി സീനാണ്. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരുമാതിരി സീനാണ്. നമുക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ എന്തോ പോലെയാവും, നമ്മൾ പെട്ടെന്ന് ഒന്നായി പോവും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സീനാണ് അത്. അങ്ങനെ ഒരു ഐറ്റം ഇത്ര പറയാനുള്ളയാ. ഇതാണ് DSC ഫോർ മീ. പിന്നെ തിയേറ്ററിന്റെ അകത്ത് മഹാ തീട്ടങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ക്ഷമ തെറ്റി. നിങ്ങൾക്ക് അറിയാലോ, ഇത്തരത്തിലുള്ള ഹൊറർ മൂഡിലുള്ള സിനിമകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ കുറെ വേട്ടാവളിയന്മാർ വരും ഇരുന്ന് കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട്.
ഇരുന്ന് കമന്റ് അടിക്കാൻ വേണ്ടി വരും. എന്തിനാണ് വരണത്? സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൂടെ? ഈ സിനിമയൊന്നും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആൾക്കാരൊക്കെ എന്ത് പട്ടിത്തീട്ടങ്ങളാണ്. അയ്യോ, സിനിമ ആസ്വദിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമയുടെ ആ ഒരു മൂഡും ആ ഒരു ഹോണ്ടിങ് സാധനങ്ങളൊക്കെ എന്താണ് പറയാ, ആ കിട്ടിയ അവസരം പൈസ കൊടുത്തിട്ട് കയറുന്നതല്ലേ, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? എൻജോയ് ചെയ്യാനുള്ള സെൻസ് ഇല്ല എന്ന് പറയുമ്പോൾ വിഷമമാണ് എനിക്ക്. എന്താ അതിന്റെ അകത്ത് കയറുന്നിട്ട് പേടിപ്പിക്കണ സാധനങ്ങളൊക്കെ വരുമ്പോ കൂക്കുക, നിലവിളിക്കുക, കമന്റ് അടിക്കുക, കഥ പറയുക, ഇരുന്നിട്ട് ആളാവാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് ഏതൊരു വിവരം കെട്ട ഒരു നാറി, ഒരു കൾച്ചർ ഇല്ലാത്ത മൈ അവിടെ എന്ന് പറയാണ്, ആ എല്ലാരും പേടിക്കുക, എല്ലാരും പേടിക്കുക. ആ മിണ്ടത്തി മേനെ പേടിയായിട്ടാണ് എന്താ പറയാ ഇത് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇത് വെറുതെ ആളാവാൻ വേണ്ടിയിട്ടേ, വെറുതെ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള മൂഡിൽ ഇരുന്ന് പറയുന്നതാണ്. അതൊരു ഗതികെട്ട അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും പോട്ടെ, നാറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനത്തെ ഒരു പടം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ വളിച്ചവന്മാരും കൂടി അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറയാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാ വേട്ടാവളിയന്മാരും വന്നിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എന്താ പറയാ, ഈ സിനിമയൊക്കെ ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിച്ചാലാണ് ആ ഒരു കിക്ക് കിട്ടുക. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസാണ്. എന്തായാലും ഇനി ഞാൻ ഒരു തവണയും കൂടി പോയിട്ട് കാണുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഇങ്ങനെ തിയേറ്ററിലൊന്നും പോയിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് എന്താ പറയാ, ഐ ആം റെഡി ടു പേ മണി. അത് ഇപ്പൊ 600 ആയിക്കോട്ടെ, 350 ആയിക്കോട്ടെ, 400 ആയിക്കോട്ടെ, ഐ ആം റെഡി ടു പേ ദ മണി. ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഞാൻ 150 കൊടുത്തിട്ടാണ് ഇത് കാണാൻ വേണ്ടി പോയത്. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഈ പടം കുറച്ചുകൂടി സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഇത് ആസ്വദിക്കണം. ഞാൻ കാശ് കൊടുത്ത് കാണാൻ വേണ്ടി പോവാണ്. ശരി, ബൈ.